ഭാര്യമാരും താമസിക്കണതേ ഇഷ്ടത്തിൽ ജീവിക്കല്ല, പിന്നെന്താ അറിയോ, തിരിച്ചു പോകാൻ ഒരു വീടില്ലാത്തതിന്റെ പേരിൽ സഹിച്ച് ജീവിക്കുന്ന ഭാര്യമാരുണ്ട്. തിരിച്ചു പോകാൻ തറവാടില്ല, ബാപ്പിമി മരിച്ചോയി, അതുകൊണ്ട് പോകാൻ വീടില്ലാത്തോണ്ട് അവനാന്റെ കൂടെ ജീവിക്ക. പിന്നെന്താ അറിയോ, വീടുണ്ട് തറവാടുണ്ട്. അനിയത്തിമാരെ കെട്ടിക്കാണ്ട് വാപ്പാക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ഇവിടുന്നെങ്ങാനും ഞാൻ എന്റെ പ്രയാസത്തിന്റെ പേരിൽ തിരിച്ചു ചെല്ലുമ്പം എന്റെ വാപ്പാക്കെങ്ങാൻ രണ്ടാമത് നെഞ്ചുവേദന ഇളകിയാൽ ബാപ്പ മരിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഞാൻ അടികൊണ്ടോണ്ട് ബാപ്പ മരിക്കരുത്, തിരിച്ചെന്നാൽ എന്റെ ഉമ്മാക്ക് ഉറക്കുണ്ടാവില്ല, എന്റെ ഉമ്മ ഉറങ്ങാതെക്കരുത്, ഞാൻ അടികൊണ്ടോണ്ട് എന്ന് തീരുമാനിച്ചിരിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്. ഞാനെങ്ങാനും തിരിച്ചു പോയാൽ കെട്ടിച്ചു വന്ന വീട്ടിലെ കെട്ടിച്ചവിടത്തുനിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന ചീത്തപ്പേരിന്റെ പേരിൽ അനിയത്തിമാർക്ക് കല്യാണം ഉണ്ടാവില്ല, അവനവന്റെ ആങ്ങളമാർ കല്യാണം ഉണ്ടാവില്ല എന്ന പേരിൽ സങ്കടങ്ങളുമായി പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്ത് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അങ്ങനത്തെ ഒരു വീട്ടിലെ നല്ല മക്കളല്ല ഉണ്ടാക്കൂല, അങ്ങനത്തെ ഒരു വീട്ടിലെ പൈസക്കല്ല ബർക്കത്ത് കൊടുക്കൂല, അങ്ങനത്തെ വീട്ടിലെ കുടുംബത്തിൽ പടച്ചോൻ സമാധാനം സന്തോഷം നൽകൂല. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നമ്മൾ അറിയേണ്ടത് നമ്മുടെ കൂടെയുള്ള ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് നമുക്ക് സ്വർഗാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.